ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവർ ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് മേഘന മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു? ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്നും മേഘന. മേഘന, കേൾക്കാമെങ്കിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രധാനമായും മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം, അതുപോലെ തന്നെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് തലസ്ഥാനത്തെയും തെക്കൻ കേരളം, പത്തനാപുരം അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതിൽ ഈ ഭാര്യയുടെ പരാതി, ആ പരാതി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷവും അതൊരു രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഇന്നും തുടരുമെന്നുള്ളതാണ്. അതുപോലെ 2013 സമാനമായ ഒരു സാഹചര്യം. 2013 മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജി ചോദിച്ചു വാങ്ങുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇനി LDF ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനം LDF എടുക്കുമെന്ന കാര്യത്തിലടക്കം വലിയ ആശങ്കയുണ്ട്. ആ കാര്യത്തിലടക്കമുള്ള തുടർ നടപടികൾ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത് തനിക്ക് 5000 പ്രണയങ്ങൾ ഉണ്ടാകും, പക്ഷേ അത് വ്യക്തിജീവിതമാണ് എന്നുള്ളതാണ്. പക്ഷേ ഭാര്യയുടെ ഒരു പരാതി എന്ന് പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറെ കണ്ടു, കൂടാതെ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞു വെച്ചു, പോലീസ് ഇടപെട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു, അതിൽ തുടർ നടപടികൾ ഉണ്ടാകും, പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലെ OP സമയം കൂട്ടിയ ഒരു നടപടി, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രിയെ കാണാനും കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 മണിവരെയാണ് സർക്കാർ ആശുപത്രികളിലെ OP സമയം കൂട്ടിയിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ കഴിയില്ല, അതൊരു ശാസ്ത്രീയ മാർഗമല്ല തിരക്ക് പരിഹരിക്കാൻ എന്നുള്ളതാണ്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കണം എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അങ്ങനെ ഈ 2 വാർത്തകൾ, അത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളുമാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കേരളത്തിലെ പ്രധാന വാർത്തകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.